ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കലാകാരനെ പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് കലാകാരന്മാരും നല്ല കഴിവുള്ള കലാകാരന്മാർ, അറിയപ്പെടാതെ പോയ നല്ല കലാകാരന്മാരുണ്ട്. അതേപോലെ ഒരു കലാകാരനാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. പുള്ളിക്കാരനൊരു പ്രത്യേകതയുണ്ട്. യേശുദാസ്, നമ്മുടെ ദാസേട്ടന്റെ ഒരു ഭയങ്കര ആരാധകനാണ്. പുള്ളിക്കാരന്റെ വിശേഷങ്ങൾ നമ്മൾ ഇന്നറിയാം. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ആ കലാകാരൻ. പേര് പറ. സോളമൻ എന്നാണ് പേര്. എന്താണ് ജോലി കാര്യങ്ങളൊക്കെ? ഞാൻ എനിക്ക് പെയിന്റിങ് വർക്കാണ്. പിന്നെ ഞാൻ മണക്കാല സ്വദേശിയാണ്. ഞാൻ ഇപ്പം കാണാൻ വന്നതിന് കാരണം ഞാൻ ദാസേട്ടൻ്റെ പാട്ടുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി. ദാസേട്ടന്റെ പാട്ടുകൾ മാത്രമേ പുള്ളിക്കാരൻ ഏറ്റവും കൂടുതൽ പാടത്തുള്ളൂ. നല്ല എല്ലാ പാട്ടും നല്ല പാട്ടുകളെല്ലാം കേൾക്കും. എന്നാലും ദാസേട്ടനോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പാട്ടുകളാണ് കൂടുതൽ ഞാൻ പാടാറുള്ളത്. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ ഈ പ്രേക്ഷകർക്ക് അറിയത്തില്ലെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് വേണ്ടിയിട്ടൊരു ദാസേട്ടന്റെ ഒരു പാട്ട്, ഒരു മൈക്കൊക്കെ ഇതിനു വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി. ഓക്കെ, ഏത് പാട്ടാണെന്ന് അല്ലേ നോക്കാം. നിങ്ങൾ പറ, ആ പാട്ട് പാടിക്കും. പ്രമദവനം വീണ്ടും പ്രീതരാഗം ചൂടി, പ്രമദവനം വീണ്ടും പ്രീതരാഗം ചൂടി, ശുഭസായാനം പോലെ, ശുഭസായാനം പോലെ, തെളിദീപം കളിനിഴലിൽ കൈക്കൊമ്പിളിൽ നിറയുമ്പോൾ പ്രമദവനം വീണ്ടും ഹൃദരാഗം ചൂടി. ഈ ഒരൊറ്റ പാട്ട് കേട്ടപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ പുള്ളിയുടെ റേഞ്ച് എന്തുവാണ്. സംഗീതം പഠിച്ചിട്ടില്ല, അതാണ് ഞാൻ പറയുന്നത്. പാട്ടുകൾ കേട്ട് സംഗീതം പഠിച്ചിട്ടില്ലാത്ത ഒരാള് ഇത്രയും നന്നായിട്ട് പാടുന്നുണ്ടെങ്കിൽ അത് ജന്മസിദ്ധമായിട്ടുള്ള ഒരു കഴിവ് തന്നെയാണ്. ഇങ്ങനെയുള്ള കലാകാരന്മാരെയാണ് നമ്മൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഈ പാട്ട് കഴിഞ്ഞല്ലോ. നമുക്ക് അടുത്ത ഏത് പാട്ടാണ്? അടുത്ത നമ്മൾ ചിരിയോ ചിരിയ സിനിമയിലെ പാട്ടാണ്. ഞാൻ ശ്രമിച്ചു നോക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ഏഴു സ്വരങ്ങളും തഴുകി വരും ഒരു ഗാനം, ദേവഗാനം, അഭിലാഷ ഗാനം, മാനസവീണയിൽ കരപരിലാളന ജാലം, ജാലം ഇന്ദ്രജാലം, അതിലോല ലോലം, ഏഴു സ്വരങ്ങളും തഴുകി വരും ഒരു
ഓക്കെ, ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് എന്തോ പറയാൻ വയ്യ. അല്ല, പഠിച്ചോണ്ടിരിക്കുന്നു. ഇത്രയും ഒരു നല്ലൊരു കലാകാരൻ എങ്ങും എത്താതെ പോയതിൽ ഒരു ഭയങ്കര സങ്കടമുണ്ട്. അപ്പം ഇനിയും ഒരുപാട് വേദികൾ നമ്മുടെ ഈ വീഡിയോ കൊണ്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു ഭാഗ്യമാണ്. അപ്പൊ അടുത്തൊരു ഭക്തിഗാനം പാടിയല്ലോ. കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാദിൻ ദിവ്യരൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യന്റെ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാദിൻ ദിവ്യരൂപം. ഈ പാട്ടുകളൊക്കെ ഞാനേ ഈ കരോക്കെ ഇട്ട് അങ്ങനെയാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എനിക്ക് ലിറിക്സ് ഒന്നും കറക്റ്റ് ഇങ്ങനെ കാണാതെ പാടുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ഒരു ചെറിയ യൂട്യൂബ് ചാനലും തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ആ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. ഞാൻ അതിന്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഓക്കെ, നമ്മുടെ ഈ ഒരു കലാകാരനെ കണ്ടല്ലോ. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.